അപ്പൊ ചിലപ്പോൾ അമ്മ വിചാരിക്കും ഇതിനാണോ ഞാൻ തെറപ്പിക്ക് വരുന്നത്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് സ്കൂളല്ല. 4-5 സെഷനുകളിൽ ഇരിക്കുമ്പോഴും കുട്ടി അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മസ്റ്റ് ആണ്. അതായത് അമ്മ കൂടെ, അതായത് അമ്മ തെറപ്പി സെഷനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് ആ കുട്ടീനെ ആ തെറപ്പിസ്റ്റുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമ്മ ആ സെഷനെ പ്രോത്സാഹിപ്പിക്കുക. അതിനുശേഷം കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം അമ്മയെ കൂടെ തന്നെ ഇരിക്കുക. കൂടെ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ കുട്ടി എന്താ ചെയ്യുന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു തെറപ്പി സെഷന് ചെല്ലുമ്പോൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന സംഭവം ആ സ്പീച്ച് തെറപ്പി റൂമിലോ അല്ലെങ്കിൽ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് റൂമിലോ കൊണ്ട് തീരുന്നില്ല. അത് ജനറലൈസ് ചെയ്യണം. കുട്ടി വീട്ടിലും ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം, സ്കൂളിലും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കുട്ടി പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇത് വിറ്റ്നസ് ചെയ്തെങ്കിലേ ഉള്ളൂ അമ്മയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ട്രെയിനിങ് നമ്മൾ തെറപ്പി സെഷൻ കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഓക്യുപേഷൻ തെറപ്പിയിലാണെങ്കിലും സ്പീച്ച് തെറപ്പിയിലാണെങ്കിലും ബിഹേവിയർ തെറപ്പിയിലാണെങ്കിലും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പേരന്റ് വരുമ്പോൾ പറയാണ് 5 വയസ്സായ കുട്ടി കേഴ്സീവ് റൈറ്റിംഗ് എഴുതണം എന്ന് പറയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ സിറ്റിംഗ് ടോളൻസ് ചിലപ്പോൾ 5 സെക്കൻഡ് ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവന് പേന ശരിക്കും പിടിക്കുന്ന പോലും കാണത്തില്ല. അങ്ങനെ കുട്ടിയെ നമുക്കൊരു കേഴ്സീവ് റൈറ്റിംഗ് നമുക്കൊരു ഗോളാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ നമ്മൾ സ്മാർട്ട് ഗോളാക്കി എടുക്കണം.